ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEBയുടെ അക്കൗണ്ടൻസിനെ പറ്റിയാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം, അത് ഫസ്റ്റ് മുതലാണ് നമ്മൾ തുടങ്ങുക. അതിൻ്റെ ബേസ് മുതൽ അതിൻ്റെ ഏറ്റവും എൻഡ് പോയിന്റ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ തന്നെ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്ന കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ റിപ്പോർട്ട്സ് കമ്പൈൽഡ് ബൈ ബിസിനസ്സസ് ദാറ്റ് ഡീറ്റെയിൽ ദ കമ്പനീസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽത്ത്. നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ബിസിനസ്സിൽ നടന്നു, ബിസിനസ്സിൽ എത്രത്തോളം പർച്ചേസ് ഉണ്ടായി, എത്രത്തോളം സെയിൽ ഉണ്ടായി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഇയറിൽ നടന്നിട്ടുണ്ടാവും. സോ അതിനൊക്കെ കൂട്ടി യോജിപ്പിച്ച് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാണ്. എത്രത്തോളം നമുക്ക് ലാഭമുണ്ട്, നമുക്ക് നഷ്ടമാണോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യും. കൂടാതെ നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം ഹെൽത്ത് ഉണ്ട് നമ്മുടെ ബിസിനസ് എന്ന് ചെക്ക് ചെയ്യാനും കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ആദ്യത്തെ ഏരിയ ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. നമുക്കറിയാം ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്താൽ മാത്രമേ അതിൽ നിന്നും ഏറ്റവും അവസാനത്തെ ഫൈനൽ അക്കൗണ്ട് വരെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. സോ ആദ്യത്തെ ഒരു കാര്യമാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. എന്താണ്, നമുക്കറിയാം ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനെന്തുണ്ടാവണം, ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ് നമ്മൾ വാങ്ങണം. എന്ത് ട്രാൻസാക്ഷൻ നടന്നോട്ടെ, അതായത് നമ്മൾ സെയിൽ ചെയ്യോ പർച്ചേസ് ചെയ്യോ അതേപോലെ നമ്മളെ സാലറി കൊടുക്കുകയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും അതിന് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് നമ്മൾ വാങ്ങണം. അങ്ങനെ ഡോക്യുമെന്റഡ് എവിഡൻസ് വാങ്ങിയാൽ മാത്രമേ ആ ഡോക്യുമെന്റഡ് എവിഡൻസ് വെച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. സോ അങ്ങനെ നമ്മൾ വാങ്ങുന്ന ഡോക്യുമെന്റഡ് എവിഡൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൗച്ചർ എന്ന്. നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ നടത്തിയാലും അവിടെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള വൗച്ചർ അവിടെ നമുക്ക് വേണം. സോ അങ്ങനെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള വൗച്ചറിനെയാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വൗച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം CSEBയുടെ എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിന് മുന്നേ തന്നെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ CSEBയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. നമ്മളെ CSEBയിലുള്ള എല്ലാ സബ്ജക്റ്റിനും പ്രധാനമായിട്ടും ലൈവ് സെക്ഷൻസ് ഉണ്ടാകുന്നതാണ്. ആ ലൈവ് സെക്ഷൻസിലൂടെ നിങ്ങൾക്ക് ഫാക്കൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും മറ്റോ കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മോഡൽ എക്സാംസ്, യൂണിറ്റ് വൈസ് എക്സാംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻറ്റയർലി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. ദെൻ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, നിങ്ങളുടെ പഠന രീതിയെയും പഠനം എങ്ങനെ എത്തിയെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ദെൻ കൊറി ഹാൻഡ്ലിംഗ്, സ്റ്റഡി മെറ്റീരിയൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുകിൽ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഗൂഗിൾ ഫോം ഉണ്ടാവും. ഏതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമാണ് ജേർണൽസ്. ജേർണൽ എന്താണ് ജേർണൽ? A journal entry records a business transaction in the accounting system for an organization. നമ്മൾ ഓർഗനൈസേഷനിൽ ഫസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജേർണൽ എൻട്രി. സോ ആ ജേർണൽ എൻട്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർക്ക് പൈസ കൊടുത്തു അല്ലെങ്കിൽ ആരാണ് ഡെബിറ്റ് ചെയ്തത്, ആരാണ് ക്രെഡിറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ ജേർണൽ എൻട്രിയിലാണ് കൊടുക്കുക. ആ ജേർണൽ എൻട്രിയിൽ നിന്നുമാണ് എങ്ങോട്ടേക്ക് പോവുക, ലെഡ്ജറിലേക്കും പിന്നെ നമ്മൾ എൻറ്റയർലി ഫൈനൽ അക്കൗണ്ടിലേക്കും നമ്മൾ പോകുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമാണ് ജേർണൽ എന്നത്. ഇനി ജേർണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ജേർണലിന്റെ ഫോർമാറ്റ്. ജേർണലില് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, അതുപോലെ LF അഥവാ ലെഡ്ജർ ഫോളിയോ, ദെൻ ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇത്രയും അടങ്ങിയതാണ് ഒരു ജേർണൽ എന്ന് പറയുന്നത്. ഈ ജേർണലിന്റെ ഈ ടേബിളിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഓരോരോ കാര്യങ്ങളും രേഖപ്പെടുത്തുക. ഇവിടെ നിന്നാണ് ലെഡ്ജറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. സോ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമാണ് ഡേറ്റ് കോളം അല്ലേ. ഡേറ്റ് കോളം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഡേറ്റിലായിരിക്കും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവുക. എന്തിനാണ് ഡേറ്റ് കോളം നമ്മൾ കൊടുക്കുന്നത്? അതായത് ഒരു മാസത്തോളം നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് സ്പെസിഫിക് ആയ ട്രാൻസാക്ഷൻ ഏതൊക്കെ ദിവസം നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം.
സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടും ജേർണൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ് കോൾ അവിടെ എഴുതണം, ഏതൊക്കെ ട്രാൻസാക്ഷൻ ഏതൊക്കെ ദിവസം നടന്നു എന്ന് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ് ഡേറ്റ് കോൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്താണ് പെർട്ടിക്കുലേഴ്സ്. നിങ്ങൾക്കറിയാം പെർട്ടിക്കുലേഴ്സ് അറിയാം. പെർട്ടിക്കുലേഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മളൊരു ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ആരാണോ ഡെബിറ്റ് ചെയ്തത് ആർക്കാണോ ക്രെഡിറ്റ് ചെയ്തത് ഈ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആർക്കാണോ ഡെബിറ്റ് ചെയ്തത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, DR നമ്മളവിടെ സൂചിപ്പിക്കും. ഇനി ക്രെഡിറ്റ് ചെയ്ത ആൾക്കാരെ ടു എന്ന രീതിയിലാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യാം എഴുതുക. അവിടെ കൊടുത്തിട്ടുണ്ട് ടു എന്ന രീതിയിൽ എഴുതുമ്പോൾ അടുത്ത സെന്റൻസിൽ ഒരു ചെറിയൊരു സ്പേസ് വിട്ടിട്ടാണ് ടു എന്ന രീതിയിൽ നമ്മൾ ആർക്കാണോ ക്രെഡിറ്റർ ആരാണോ എന്ന രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതുക. സോ അവിടെ പെർട്ടിക്കുലർ കോളത്തിലാണ് ആർക്കാണോ ഡെബിറ്റ് ചെയ്തത് ആർക്കാണോ ക്രെഡിറ്റ് ചെയ്തത് എന്ന കാര്യം സ്പെസിഫിക് ആയിട്ട് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ലെഡ്ജർ ഫോളിയോ അഥവാ LF എന്ന് പറയും. ഞാൻ പറഞ്ഞു ജേർണൽ കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ലെഡ്ജർ അല്ലേ. അപ്പോൾ ഈ ജേർണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യുക. സോ അവിടെ ലെഡ്ജർ ഫോളിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ലെഡ്ജറിൽ ഏത് പേജ് നമ്പറിലാണോ നമ്മൾ ഈ ജേർണലുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ പോസ്റ്റ് ചെയ്ത് ആ പേജ് നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതാണ് ലെഡ്ജർ ഫോളിയോ മീൻസ് പേജ് നമ്പർ ഓഫ് ലെഡ്ജർ. നമ്മൾ ഈ ട്രാൻസാക്ഷൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത പേജ് നമ്പറാണ് കൊടുക്കേണ്ടത്. എന്തിനാണ് ഇവിടെ പേജ് നമ്പർ കൊടുക്കുന്നത്? നമുക്കിവിടെ വെരിഫൈ ചെയ്യാനാണ്. അതെ, നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ജേർണലും ലെഡ്ജറും വെച്ച് വെരിഫൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻ സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ്ജർ ഫോളിയോ എന്ന ഒരു കോളം നമ്മൾ ജേർണലിൽ കൊടുത്തിരിക്കുന്നത്. അടുത്താണ് ഡെബിറ്റ് കോളും അതേപോലെ ക്രെഡിറ്റ് കോളും. ആ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ആർക്കാണ് ഡെബിറ്റ് ആയത്, ആ ഡെബിറ്റ് ആയത് ആരാണോ അവരുടെ എമൗണ്ട് എഴുതേണ്ട കോളാണ് ഡെബിറ്റ് കോളം. കൂടാതെ ക്രെഡിറ്റ് ആയത് ആരാണോ ആ ക്രെഡിറ്റ് ആയ ആൾക്കാരുടെ എമൗണ്ട് എഴുതേണ്ട കോളാണ് ക്രെഡിറ്റ് കോൾ എന്ന് പറയുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും. ദെൻ ലാസ്റ്റ് ആണ് നറേഷൻ എന്ന് പറയുന്നത്. നറേഷൻ എന്ന് വെച്ചാൽ എന്താണോ ട്രാൻസാക്ഷൻ മൂലം ഉണ്ടായത് ആ ട്രാൻസാക്ഷൻ്റെ ബ്രീഫായിട്ട് നമ്മളവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക. ചെറിയ വാചകത്തിൽ അവിടെ എഴുതി കൊടുക്കുന്നതിനാണ് നമ്മൾ നറേഷൻ എന്ന് സൂചിപ്പിക്കുക. സോ ഇത്രയും ഏരിയയാണ് നമ്മളൊരു ജേർണൽ എൻട്രി എഴുതുമ്പോൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജേർണൽ എൻട്രീസ് ഉണ്ട്. നമ്മൾ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതാണ് സിംഗിൾ എൻട്രി. സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഒരു ട്രാൻസാക്ഷൻ, അതായത് ഒരു അക്കൗണ്ട് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, സിംഗിൾ അക്കൗണ്ട് ആയിരിക്കും. അതിനെന്താ അതിൽ എവിടെയാണോ ഡെബിറ്റ് ചെയ്തത് അതേപോലെ ക്രെഡിറ്റ് എന്താണോ ചെയ്തത് എന്നും കൂടി അതിനകത്ത് കൊടുത്തിരിക്കും. സോ അതിനാണ് സിംഗിൾ എൻട്രി എന്ന് പറയാം. ഇതിനടുത്താണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ ജേർണലിലെ കുറച്ചുകൂടി അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ പഠിക്കും അറ്റ് എ ടൈമിൽ ഒരു ജേർണലിൽ തന്നെ ഒന്നോ അതിലധികമോ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാകുന്ന ജേർണൽ എൻട്രീസ് നമ്മൾ പഠിക്കും. ഒന്നോ അതിലധികമോ ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ഉണ്ടാകുന്ന ജേർണൽ എൻട്രീസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജേർണൽ എൻട്രികളെയാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി നമ്മളിവിടെ പറയുന്നത്. ദെൻ അടുത്താണ് ഓപ്പണിംഗ് എൻട്രി. അതായത് ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത ഇയർ തുടങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടി വരും അല്ലേ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും പുതിയ വർഷത്തിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ഫോർവേഡ്, അതായത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന എൻട്രികളാണ് നമ്മളവിടെ ഓപ്പണിംഗ് എൻട്രി എന്ന് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ ക്ലോസിംഗ് എൻട്രി. ഓപ്പണിംഗ് എൻട്രീൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എൻട്രികളാണ് ക്ലോസിംഗ് എൻട്രി എന്ന് പറയാം. അടുത്തതാണ് റെക്ടിഫയിങ് എൻട്രി. അതായത് എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ എഴുതിയാലും ചില എറേഴ്സ് അവിടെ എവിടെയായിട്ട് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ടാകുന്ന എറേഴ്സിനെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻട്രികളെയാണ് നമ്മൾ റെക്ടിഫയിങ് എൻട്രി എന്ന് സൂചിപ്പിക്കുന്നത്. ദെൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു, ആ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും അൺറെക്കോർഡ് ആയിട്ടുള്ള ഡാറ്റകളോ ട്രാൻസാക്ഷനോ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻട്രിയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. ദെൻ ലാസ്റ്റ് വണ്ണാണ് ട്രാൻസ്ഫർ എൻട്രി. അതായത് ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുക്കുന്ന എൻട്രികളെ നമ്മൾ ട്രാൻസ്ഫർ എൻട്രി എന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഇത്രയും എൻട്രികളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടൻസി അല്ലേ. അക്കൗണ്ടൻസിൻ്റെ ഗോൾഡൻ റൂൾസ് ഉണ്ട്. 3 അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ട് പഠിച്ചത്: പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. ഈ 3 എൻട്രികളിലും എങ്ങനെയാണ് നമ്മൾ ജേർണലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത്? പേഴ്സണൽ അക്കൗണ്ടിന് ഒരു റൂൾ ഉണ്ട് അല്ലേ. എന്താണ്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന പേഴ്സണൽ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട റൂള്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
ഈ എക്സാമ്പിൾ പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജേണലിൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. പെയ്ഡ് അൻപു റുപ്പീസ് 10,000 ബൈ ചെക്ക്. ഇതാണ് നമ്മളെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. എന്താണ്? അൻപുവിന് ചെക്ക് മുഖാന്തരം 10,000 രൂപ കൊടുത്തു. ഇതാണ് ട്രാൻസാക്ഷൻ. ഇവിടെ ഏത് അക്കൗണ്ടുകളിലാണ് ഇവിടെ എന്ത് ചെയ്യുക എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? അൻപു ഉണ്ട്, അതേപോലെ തന്നെ ചെക്ക് ഉണ്ട്. ചെക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അവിടെ ബാങ്ക് ആണ് വരുന്നത്. സോ ഇവിടെ രണ്ട് അക്കൗണ്ടുകളുണ്ട്. ഒന്നാണ് അൻപു അക്കൗണ്ട്, അതേപോലെ ബാങ്ക് അക്കൗണ്ട്. രണ്ട് അക്കൗണ്ടുകൾ അവിടെ ഉണ്ട്. ഇനി ഈ രണ്ട് അക്കൗണ്ടുകളും നമ്മൾ പറഞ്ഞ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, അതിലേതുമായിട്ടാണ് കണക്ട് ചെയ്തത് നമുക്ക് നോക്കാം. ഇവിടെ നാച്ചർ ഓഫ് അക്കൗണ്ട്, ഇത് രണ്ടും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബോത്ത് ആർ പേഴ്സണൽ അക്കൗണ്ട്. ഇത് രണ്ടും പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ പേഴ്സണൽ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് നോക്കണം? പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ നോക്കണം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് റൂൾ വരുന്നത്. ആ റൂള് പ്രകാരം ഏതാണോ ഡെബിറ്റ് ചെയ്യുന്നത്, ഏതാണോ ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ആലോചിച്ച് നോക്കണം. നമുക്ക് നോക്കാം. ഇവിടെ റൂൾ നോക്കൂ. റൂളാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് റൂൾ പറഞ്ഞത്. ഇനി ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് റിസീവർ ആരാണ് ഗിവർ നോക്കാം. ഇവിടെ റിസീവർ ആരാണ്? അൻപു ആണ് ഇവിടെ റിസീവർ ആയിട്ട് വരുന്നത് അല്ലേ. ഇവിടെ അൻപുവിനല്ലേ കൊടുക്കുന്നത്. സോ അൻപു ആണ് ഇവിടെ റിസീവർ ആയിട്ട് വരുന്നത്. കൊടുക്കുന്ന ആരാണ്? ചെക്ക് മുഖാന്തരമാണ് കൊടുക്കുന്നത്. സോ അവിടെ ബാങ്ക് ആണ് അവിടെ കൊടുക്കുന്നത്. സോ ബാങ്ക് ഈസ് ദ ഗിവർ ആണ്. സോ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഡെബിറ്റും വേണം, ക്രെഡിറ്റും വേണം. സോ അവിടെ നമ്മൾ എന്ത് എഴുതും? ഡെബിറ്റില് അൻപു അക്കൗണ്ട് എഴുതും, അതേപോലെ ക്രെഡിറ്റില് ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ എഴുതും. ഇങ്ങനെയാണ്, ഇത്രയും ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഒരു ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഒരു ജേണൽ എൻട്രി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ നമ്മൾ നോക്കി. ഇനി എങ്ങനെയാണ് നമ്മൾ ജേണലിലേക്ക് എഴുതാം നമുക്ക് നോക്കാം. ഈ ഒരു ട്രാൻസാക്ഷനെ ജേണലിലേക്ക് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? അൻപു അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിലാണ് ട്രാൻസാക്ഷൻ എഴുതുക. അൻപു അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ പേഴ്സണൽ അക്കൗണ്ടിന്റെ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കി. ഇനി അടുത്ത അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. അടുത്ത അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിന് എന്തുണ്ട്? പ്രധാനപ്പെട്ട റൂൾ ഉണ്ട്. എന്താണ്? ഡെബിറ്റ് വാസ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ഇതാണ് റിയൽ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹5,000. 5,000 രൂപയ്ക്ക് ഒരു ഫർണിച്ചർ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ വരുന്നത്. ഇവിടെ അക്കൗണ്ട് എഫക്ട് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ക്യാഷിനാണ് വാങ്ങിയത് അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ക്യാഷ് അക്കൗണ്ട് വരുന്നത്. ഇനി ചെക്കോ മറ്റോ കൊടുത്താണ് അവിടെ എന്ത് വരും? ബാങ്ക് മുഖാന്തരമാണ് അവിടെ ബാങ്ക് അക്കൗണ്ട് ആണ് വരിക. ഇനി നാച്ചർ ഓഫ് അക്കൗണ്ട്, ഇത് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് നമുക്ക് നോക്കാം. ബോത്ത് ആർ റിയൽ അക്കൗണ്ട്. നമുക്ക് രണ്ടും എന്ത് ചെയ്യാം? റിയൽ അക്കൗണ്ട് നാച്ചുറൽ ഉള്ളതാണെന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. ഇനി അതിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാസ് കംസ് ഇന്നും ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് ആണ് അതിന്റെ റൂള് വരുന്നത്. ആ റൂള് പ്രകാരം ഏതൊക്കെയാണ് കംസ് ഇൻ ഗോസ് ഔട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. ഈ റൂൾ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫർണിച്ചർ ആണ് നമ്മൾക്ക് കംസ് ഇൻ, അതായത് ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്നത് ഫർണിച്ചർ ആണ്. ബിസിനസ്സിൽ നിന്നും പോകുന്നത് ഏതാണ്? ക്യാഷ് ആണ് അല്ലെ. അപ്പോൾ ഫർണിച്ചർ ആണ് കംസ് ഇൻ ആൻഡ് ക്യാഷ് ആണ് ഗോസ് ഔട്ട് വരുന്നത്. ഇനി ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? ജേണലിലേക്ക് എഴുതാണ്. ജേണലിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് നമുക്കിവിടെ എഴുതാൻ സാധിക്കും. ഇതാണ് റിയൽ അക്കൗണ്ടിന്റെ കേസ്. ഇനി അടുത്ത് നോക്കാം. അടുത്താണ് നോമിനൽ അക്കൗണ്ട്. പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിനും എന്തുണ്ട്? ഒരു റൂൾ ഉണ്ട്. ആ റൂളാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് പ്രധാനപ്പെട്ട നോമിനൽ അക്കൗണ്ടിന്റെ ഒരു റൂള് പറയുന്നത്. ഇനി ആ റൂൾ വെച്ച് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നോക്കാം. ഇവിടെ നോക്കൂ. എക്സാമ്പിൾ. പെയ്ഡ് റെന്റ് ഓഫ് ₹5,000 ഇൻ ക്യാഷ്. 5,000 രൂപ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്തു? റെന്റിന് പേ ചെയ്തു. അതാണ് ട്രാൻസാക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ രണ്ട് അക്കൗണ്ടുകൾ ഉണ്ട്. റെന്റ് അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. റെന്റ് അക്കൗണ്ടും അതേപോലെ ക്യാഷ് അക്കൗണ്ടും അവിടെ ഉണ്ട്. ഇനി ഏതാണ് നാച്ചർ ഓഫ് അക്കൗണ്ട് നമുക്ക് നോക്കാം. അവിടെ രണ്ട് തരത്തിലുള്ള അക്കൗണ്ട്സ് വരുന്നുണ്ട് അല്ലേ. നോമിനൽ അക്കൗണ്ട് ആയിട്ട് റെന്റ് വരുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട് അവിടെ വരുന്നത് റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അക്കൗണ്ട്സ് അവിടെ വരുന്നുണ്ട്. സോ രണ്ട് തരത്തിലുള്ള റൂൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഇനി റൂൾ എന്താണ്? ആദ്യത്തെ റൂൾ നോക്കാം. നോമിനൽ അക്കൗണ്ടിന്റെ എക്സ്പെൻസ് ആൻഡ് ലോസസ് ആണ് അല്ലേ.
എക്സ്പെൻസസ് ലോസസ് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻകം ആൻഡ് ഗെയിൻസ് അവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ഇതാണ് അവിടെ റൂൾ വരുന്നത്. സോ അവിടെ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്ങനെ വരും? റെന്റ് ഈസ് എ എക്സ്പെൻസ് ആൻഡ് ക്യാഷ് ഗോസ് ഔട്ട് എന്ന രീതിയിലാണ് റൂൾ വരിക. സോ നമ്മളിവിടെ എഴുതുന്ന സമയത്ത് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് നമ്മളവിടെ എഴുതും. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന രീതിയിൽ നമ്മളവിടെ എഴുതുന്നതാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട 3 അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജേണൽ എഴുതുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ജേണൽ എൻട്രി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, രോഹിത് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. രോഹിത് എന്നയാള് അവിടെ 5 ലക്ഷം രൂപ മുടക്ക് മുതലായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ജേണലിലേക്ക് എഴുതാണ്. നോക്കൂ, ജേണലിൻ്റെ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഹിത് എന്നയാൾ അല്ലേ, രോഹിത് എന്നയാൾ 5 ലക്ഷമാണ്. അവിടെ അക്കൗണ്ട് ഇൻവോൾവ് ചെയ്തത് ക്യാഷ് അക്കൗണ്ട് ആണ്. അതേപോലെ തന്നെ ആ ക്യാഷ് അക്കൗണ്ട് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ട് ആണ്. അവിടെ എന്ത് ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ട് കംസ് ഇൻ ആണ്. സോ അവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത രോഹിത് ക്യാപിറ്റലാണ് അടുത്ത വരുന്നത്. അത് ടൈപ്പ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അവിടെ രോഹിത് എന്താണ്? ബിസിനസ്സിന് പൈസ ഗിവർ ആണ് അല്ലേ, പൈസ കൊടുക്കുകയാണ്. സോ അതവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജേണൽ എൻട്രിയിലേക്ക് പോകുമ്പോൾ എങ്ങനെ എഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമ്മൾ നറേഷനും കൂടി എഴുതി കൊടുത്തു. സോ ഇങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ₹4,000. 4000 രൂപയ്ക്ക് ഗുഡ്സുകൾ എന്ത് ചെയ്തു? വാങ്ങി, ക്യാഷ് മുഖാന്തരം വാങ്ങി. സോ വരുന്ന സമയത്ത് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? 4000 രൂപയ്ക്ക് സാധനം വാങ്ങി. സോ അവിടെ അക്കൗണ്ടുകൾ ഇൻവോൾവ് ആകുന്നത് 2 അക്കൗണ്ടുകളാണ്. അവിടെ പർച്ചേസ് അക്കൗണ്ടും അതേപോലെ ക്യാഷ് അക്കൗണ്ടുമാണ് അവിടെ ഇൻവോൾവ് ആവുന്നത്. പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട് ഇൻവോൾവ് ആവുന്നു. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. സോ രണ്ടിൻ്റെയും റൂൾ എന്താണ്? ആദ്യത്തെ റൂൾ വരുന്നത് എക്സ്പെൻസ് ആണ് അവിടെ ഉണ്ടായത്, ക്യാഷ് ഗോസ് ഔട്ട് ആണ്. സോ അവിടെ ഒന്ന് ഡെബിറ്റ് ചെയ്തു, മറ്റേത് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് അവിടെ ട്രാൻസാക്ഷൻ നടന്നത്. ഇതിനെ ജേണൽ എൻട്രിയിലേക്ക് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാം? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതാം. അതേപോലെ അവിടെ നറേഷൻ നമ്മൾ കൊടുത്തു, ക്യാഷ് പർച്ചേസ് മെയ്ഡ്, അതായത് 4000 രൂപയ്ക്ക് ക്യാഷ് പർച്ചേസ് ചെയ്തു എന്ന രീതിയിൽ നറേഷൻ നമ്മളവിടെ കൊടുക്കുകയാണ്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇനി ക്രെഡിറ്റിനാണ് വാങ്ങിയത് അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ഫോർ ₹10,000 ഓൺ ക്രെഡിറ്റ്. അവിടെ ക്രെഡിറ്റിനാണ് രാഹുലിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. സോ അവിടെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ വരിക നമുക്ക് നോക്കാം. അവിടെ ട്രാൻസാക്ഷൻ നമ്മൾ നോക്കി 2 തരത്തിലുള്ള അക്കൗണ്ടാണ് അവിടെ ഉള്ളത്. പർച്ചേസ് അക്കൗണ്ടും രാഹുൽസ് അക്കൗണ്ടാണ് ഉള്ളത്. സോ അവിടെ രാഹുൽസിന് ക്രെഡിറ്റ് ആയത് കൊടുത്തുകൊണ്ടാണ് അവിടെ രാഹുലിൻ്റെ പേര് കൊണ്ട് അവിടെ അക്കൗണ്ട്സ് എഴുതിയത്. അതാണ് ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. 2 പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പെൻസ് മെയ്ഡ് ആണ്. കൂടുതൽ എന്താണ്? രാഹുൽ ഈസ് ഗിവർ ആണ്. സോ അവിടെ എന്ത് ചെയ്യും? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, അതേപോലെ രാഹുലിൻ്റെ അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് ചെയ്യും. ഇത് നേരെ നമുക്ക് ജേണലിലേക്ക് പോയി നോക്കാം. ജേണലിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ എഴുതും, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാഹുൽസ് അക്കൗണ്ട് എന്ന രീതിയിൽ എമൗണ്ട് എഴുതും. നറേഷൻ നമ്മൾ എഴുതി, അവിടെ രാഹുലിൻ്റെ അടുത്ത് നിന്ന് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എടുത്തതാണ്. സോ നമ്മളവിടെ നറേഷൻ നമ്മൾ കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വെറുതെ എഴുതുകയല്ല, ജേണൽ എൻട്രിക്ക് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ട് മാത്രമേ നമ്മൾ ജേണൽ എൻട്രി എഴുതാവുള്ളൂ. കാരണം ഇത് ആദ്യമായിട്ട് നമ്മൾ എഴുതുന്നതാണ്. കാരണം ഇതിൽ നിന്നാണ് പിന്നെ ലെഡ്ജറിലേക്കും ട്രയൽ ബാലൻസിലും ഒക്കെ പോകുന്നത്. സോ ജേണൽ എൻട്രി നമ്മൾ കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ ഒരു തരത്തിലുള്ള തെറ്റുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വരെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും മറ്റുന്ന താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുതിയ CSEBയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. സ്റ്റിൽ ബൈ.